കേരള വിഷൻ കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ COA 15ാമത് സംസ്ഥാന സമ്മേളനത്തിന് ഒരുങ്ങുകയാണ് മലപ്പുറം തിരൂർ. മാർച്ച് 28, 29, 30 തീയതികളിലാണ് സംസ്ഥാന സമ്മേളനം. കേരളത്തിലെ പൊതുസമൂഹത്തിന് ബ്രോഡ്ബാൻഡ് രംഗത്തുൾപ്പെടെ ഏറ്റവും മികച്ച സേവനം നൽകിക്കൊണ്ട് ദേശീയ തലത്തിൽ തന്നെ റെക്കോർഡ് നേട്ടങ്ങളുമായി മുന്നേറുകയാണ് കേരള വിഷനും കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷനുമെന്ന് COA സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ പറഞ്ഞു. കാൽനൂറ്റാണ്ടിലധികമായി മലയാളിയുടെ കാഴ്ചാ സംസ്കാരത്തിൽ ആഴത്തിൽ മുദ്ര പതിപ്പിച്ച 3 അക്ഷരങ്ങളാണ് COA അഥവാ കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ. 5000-നടുത്ത് COA അംഗങ്ങളും 35 ലക്ഷത്തിലധികം വരിക്കാരും ചേർന്ന് സൃഷ്ടിച്ചതാണ് ആ 3 അക്ഷരങ്ങളിലെ ഊർജം. ദൃശ്യമാധ്യമ രംഗത്ത് നിലവിൽ ഇന്ത്യയിലെ ഏറ്റവും ജനകീയ അടിത്തറയുള്ള കൂട്ടായ്മയിൽ ടെലിവിഷൻ, ഇന്റർനെറ്റ്, ബ്രോഡ്ബാൻഡ് മേഖലയിൽ COA സൃഷ്ടിച്ച ജനകീയ മുന്നേറ്റം വിപ്ലവകരമാണ്. COA എന്ന ശക്തമായ അടിത്തറയിൽ കെട്ടിപ്പടുത്ത സംരംഭങ്ങൾ നിരവധിയാണ്. KCCL, സിഡ്കോ, കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, കേരള വിഷൻ എൻ്റർടൈൻമെൻറ്റ് ചാനൽ, കേരള വിഷൻ ന്യൂസ്, കേരള വിഷൻ TSP, കേരള വിഷൻ പബ്ലിക്കേഷൻസ്, കേരള വിഷൻ കീ OTT, യുവ എൻ്റർടൈൻമെൻറ്റ് തുടങ്ങിയവ. ഒപ്പം പുതിയൊരു ചുവടുവെപ്പുമായി കേരള ടൂറിസം രംഗത്തേക്കും പ്രവേശിച്ചു കഴിഞ്ഞു. ആധുനിക കാലത്തിന് ഇണങ്ങും വിധം ഏറ്റവും മികച്ച സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുള്ള ഡിജിറ്റൽ കേബിൾ TV സംപ്രേഷണം യാഥാർത്ഥ്യമാക്കിയതിലൂടെ കേരളത്തിലെ ടെലിവിഷൻ പ്രേക്ഷകർക്കും അതിവേഗ ഇന്റർനെറ്റ് ഉപഭോക്താക്കൾക്കും അവരുടെ ജീവിതത്തോട് അത്രയേറെ ഇഴുകിച്ചേർന്ന നാമമാണ് കേരള വിഷൻ. മാർച്ച് 26-ന് വിവിധ സെമിനാറുകളോടെയാണ് കേരള വിഷൻ കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ COA 15ാമത് സംസ്ഥാന സമ്മേളനത്തിന് തുടക്കമാവുക. മാർച്ച് 27-ന് സാംസ്കാരിക നഗരിയായ തൃശ്ശൂരിൽ നിന്നും പുറപ്പെടുന്ന പതാക ജാഥയും തെയ്യത്തിൻ്റെ നാടായ കണ്ണൂരിൽ നിന്നും പുറപ്പെടുന്ന കൊടിമര ജാഥയും ഭാഷാപിതാവിൻ്റെ നാടായ തിരൂരിൽ സംഗമിക്കും. മാർച്ച് 28-ന് വൈകിട്ട് തിരൂർ പട്ടണത്തിൽ വിപുലമായ സാംസ്കാരിക ഘോഷയാത്ര നടക്കുമെന്ന് COA സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ പറഞ്ഞു. 28-ാം തീയതി കേരളത്തിലെ 14 ജില്ലകളെയും പ്രതിനിധീകരിച്ചു വരുന്ന ജില്ലാ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ വലിയ ഘോഷയാത്രയോടുകൂടി കേബിൾ TVയുടെ സമ്മേളനം ആരംഭിക്കും. കഴിഞ്ഞ 3 പതിറ്റാണ്ട് കാലമായി കേരളത്തിലെ കേബിൾ TV വ്യവസായത്തിന് നേതൃത്വം നൽകുന്ന കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ അതിൻ്റെ 15ാമത് സംസ്ഥാന സമ്മേളനത്തിലേക്ക് കടക്കുമ്പോൾ കേരളത്തിലെ കേബിൾ TV മേഖലയെയും അതേപോലെ തന്നെ ബ്രോഡ്ബാൻഡ് രംഗത്തെയും 1ാം സ്ഥാനത്ത് നിൽക്കുന്ന കേരള വിഷൻ എന്ന കമ്പനിയുടെ നടത്തിപ്പും നേതൃത്വവും നൽകുന്നത് കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷനാണ്. കേരളത്തിൻ്റെ കേബിൾ TV ബ്രോഡ്ബാൻഡ് രംഗത്ത് വലിയ വിജയം കൈവരിക്കുവാനും കേരളത്തിലെ പൊതുസമൂഹത്തിന് മികച്ച സേവനം കുറഞ്ഞ നിരക്കിൽ ഉറപ്പുവരുത്തുവാനും കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ്റെയും കേരള വിഷൻ്റെയും പ്രവർത്തനങ്ങൾക്ക് മൂലം കഴിഞ്ഞിട്ടുണ്ട്. തീർച്ചയായും വരുന്ന കാലഘട്ടത്തിൽ പുതിയ മേഖലകളിലേക്ക് ടോട്ടൽ സർവീസ് പ്രൊവൈഡേഴ്സ് ഉൾപ്പെടെ ടൂറിസം മേഖല ഉൾപ്പെടെയുള്ള രംഗത്തേക്ക് കടക്കാനുള്ള ഒരുക്കത്തിലാണ് കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷനും കേരള വിഷനും. അങ്ങനെ പുതിയ കാലഘട്ടത്തിലേക്ക് വേണ്ടുന്ന തീരുമാനങ്ങളുമായി കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ മുന്നോട്ട് പോകുമ്പോൾ അസോസിയേഷൻ്റെ പ്രവർത്തനത്തിനും അതേപോലെ തന്നെ കേരള വിഷൻ്റെ പ്രവർത്തനത്തിനും നാളിതുവരെ നൽകിയിട്ടുള്ള എല്ലാവിധ പിന്തുണയും സഹകരണവും കേരള വിഷൻ്റെ എല്ലാ ഉപഭോക്താക്കളുടെ ഭാഗത്തു നിന്ന് ഇനിയും ഉണ്ടാവണം എന്ന് ഞാൻ വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. ദഫ്മുട്ട്, പരിചമുട്ടുകളി, കളരിപ്പയറ്റ്, തിരുവാതിരക്കളി, ശിങ്കാരിമേളം, ബാൻഡ് സെറ്റ് തുടങ്ങിയവ ഉണ്ടാകും. താളമേളവാദ്യങ്ങളുടെ അകമ്പടികളോടെ റിംഗ് റോഡിൽ നിന്ന് ആരംഭിച്ച് മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ ഘോഷയാത്ര സമാപിക്കും. തുടർന്ന് പൊതുസമ്മേളനവും കലാപരിപാടികളും നടക്കും. പ്രതിനിധി സമ്മേളനം മാർച്ച് 29-നും 30-നും തിരൂർ VM കോക്കാസിൽ നടക്കും. COAയുടെ കരുത്തിലും കരുതലിലും വളർന്നു മുന്നേറുന്ന കേരള വിഷൻ ശാഖകളും ഉപശാഖകളുമായി ഇന്ന് കേരളവും കടന്ന് കർണാടകയിലും കൊൽക്കത്തയിലും എത്തിയിരിക്കുകയാണ്. ഈ പശ്ചാത്തലത്തിൽ ഇത്തവണത്തെ COA സംസ്ഥാന സമ്മേളനത്തിന് ഏറെ പ്രാധാന്യമുണ്ട്. കേരള വിഷൻ ന്യൂസ്, മലപ്പുറം.